ഈ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാരുടെയും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അവിടെ ഇപ്പോൾ 5 പ്രിവിലേജ് കാർഡുകൾ കൊണ്ടുവരികയാണ് സർക്കാർ. അതായത് അവിടെ ബ്രോൺസ് കാർഡുണ്ട്, സിൽവർ കാർഡുണ്ട്, ഗോൾഡ് കാർഡുണ്ട്, പ്ലാറ്റിനം കാർഡുണ്ട്, ഡയമണ്ട് കാർഡുണ്ട്. ഇതൊക്കെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു കാർഡ് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഏർപ്പെടുത്താൻ സർക്കാർ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ചാൽ മതി, മുഖ്യതന്ത്രിയാവേണ്ട കാര്യമില്ല. അതായത് മന്ത്രിയുടെ ജോലി ചെയ്യുക, തന്ത്രിയുടെ ജോലി ചെയ്യാൻ തന്ത്രിയുണ്ട്. അപ്പോൾ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിലേക്ക് കടന്നു കയറി അത് ക്ഷേത്ര സംരക്ഷണമാണ്, വികസനമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് പല കാര്യങ്ങളുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻ പോലെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ ഇത് ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ്. കാരണം ശബരിമലയ്ക്ക് അതിൻ്റെതായൊരു ചിട്ടയും വട്ടങ്ങളുമുണ്ട്. അതിന് ആചാരം, അനുഷ്ഠാനം, ധർമ്മം ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങളിത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാവുന്നില്ല. അപ്പോൾ അയ്യപ്പന്മാരുടേതായിട്ടുള്ള പ്രതിനിധികളോ അയ്യപ്പ സംഘടനകളുടെ പ്രതിനിധികളെയോ അല്ലെങ്കിൽ മലയേറിയ സമുദായത്തിൻ്റെ പ്രതിനിധികളെയോ തന്ത്രിയുടെ പ്രതിനിധിയോ പൂജാരിമാരെയോ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രതിനിധികളെയോ ഒന്നും വിളിക്കാതെ വിദേശ പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ മലയാളി സംഗമത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള കേരള സഭയുടെ ഒക്കെയുള്ള പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും മന്ത്രിമാർ, അതായത് സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിന്റെ 75ാം പ്ലാറ്റിനം എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഈ നടത്തുന്ന പരിപാടി തികച്ചും അയ്യപ്പ ധർമ്മ വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ്.